അവിടെ നിർത്തിയല്ലടാ കുഴപ്പം. ഇപ്പൊ സേഫ് ആയില്ലേ കാര്യങ്ങളൊക്കെ? പോയി ഗേറ്റ് അടച്ചേ. എത്ര താഴെ പോയാവോ? എടാ ഇങ്ങോട്ട് വന്നേ. താഴെ വീണ് പോയ പിണ്ടങ്ങൾ നമുക്ക് പിന്നെ പോയി എടുക്കാല്ലേ, ഈ ഹർത്താലുകാരുടെ തിരക്കൊക്കെ കുഞ്ഞിട്ട്. അത് മുതലാളി തന്നെ പോയി കോരിയാ മതി. ഇനി ഹർത്താൽ കഴിയേണ്ട വണ്ടി എടുക്കണ കേസില്ല. അല്ലേ വീട് പണം വെച്ചെടുത്ത വണ്ടിയാ. എനിക്ക് നിന്റെ വണ്ടി വേണ്ട പോയാ. നീ ഇത് എപ്പോഴും ഇങ്ങനെ പറയണ്ട. പോയ പോയ എല്ലാ സാധനങ്ങളൊക്കെ ഇറക്കിയ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോഴേക്കും തലക്കറി അപ്പിടുക. ഒന്ന് ആഞ്ഞു പിടിക്കടാ. ഫ്രഷാണ്. അയ്യോ മൈസൂർ പോ. അയ്യോ ചന്തി ഞാൻ പൊളിക്കാം. ഇതെന്താ പിണ്ട? ഇങ്ങോരാ. എങ്ങനെയുണ്ട് ഇപ്പോ? ഭയങ്കര സുഖ. വക്കീലെപ്പോഴാ വന്നേ? ഇപ്പോ ഓ അനുവേ, ഡോക്ടർ എന്തുട്ടി പറഞ്ഞ? തലച്ചോറൊക്കെ ഉണ്ടാ? ഒന്നുമില്ലെന്നേ, നാളെ ഡിസ്ചാർജ് ആവാന്നാ ഡോക്ടർ പറഞ്ഞേ. തൽക്കാലം പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ ഒരൊറ്റ കേസേ ജോയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ സംഭവം ഇനിയും കോംപ്ലിക്കേറ്റഡ് ആവാനാ ചാൻസ്. പരിസ്ഥിതി സംരക്ഷണവും ഞാനും തമ്മിൽ എന്തുട്ടാ ബന്ധം വക്കീലേ? വണ്ടിന്ന് ആനപ്പിണ്ടം മുഴുവൻ റോഡിലേക്കല്ലേ വീണ് പോയത്? ചില്ലറ ഒഫൻസ് അത്? ഞാനാണോ വണ്ടിന്ന് പുറത്തേക്ക് കുത്തിയിട്ട്? അത് തന്നെ വീണല്ലേ. 10-12 പോയെ. സായി, നമുക്കിത് പിന്നെ ഡിസ്കസ് ചെയ്താ പോരെ? അയ്യോ അതല്ല, ഇന്ന് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യണം. അതുകൊണ്ട് പറഞ്ഞതാ. ജപ്തി നോട്ടീസാ? വക്കീലെ നിങ്ങൾ എന്തുട്ടൊക്കെ പറയണേ? ഓ, എല്ലാ പണിയും കൂടി ഒരുമിച്ചാണല്ലോ ഭർത്താവേ. ഓ, എന്നിട്ടത് ഇങ്ങനെ വിളിയാക്കണേ? അയ്യോ, ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നാ? അയ്യോ ജോയേട്ടാ, മരിച്ചുപോയ വർഗീസിന്റെ ശബ്ദം. ഞാനിവിടെ ഉണ്ട്. മോനെ, നീ ഒന്ന് അടങ്ങിക്കിടക്ക്. ഡോക്ടർ ഫുൾ റെസ്റ്റ് വേണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നീ ഹോർലിക്സ് കുടിച്ചേ. കുറച്ച് വെള്ളം തരുമോ? അതെ, എന്റെ അഭിപ്രായത്തിൽ ഫാക്ടറിയുടെ ജപ്തി നടക്കട്ടെ എന്നാ. ബാങ്കിന് കൊടുക്കാനുള്ളത് കഴിച്ച് കുറച്ച് എമൗണ്ട് കയ്യിൽ കിട്ടൂലോ. ചങ്കിക്കൊള്ള വർത്താനൊന്നും പറയല്ലേ വക്കീലെ. ആകെ കൂടിയുള്ളതൊരു ഫാക്ടറിയാണ്, അത് പോയ നമ്മളില്ല. വക്കീലെ, നമുക്കിപ്പോ എന്തുട്ടാ ചെയ്യാൻ പറ്റുക? എന്താ ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചാ, കഴിഞ്ഞ മാസം ഹർത്താലിനെ കൊടുങ്ങല്ലൂർ പാർട്ടിക്കാർ ഒരു തുണിക്കട തല്ലിപ്പൊളിച്ചു. അതിനെതിരെ അവരൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാ വണ്ടി അപ്പയാ ഞാനിപ്പ അങ്ങോട്ട് വരാട്ടാ. ഒരു കാര്യം സംസാരിക്കണ കണ്ടില്ലേ നീ? എന്നിട്ട് കൊടുങ്ങല്ലൂരിലെ തുണിക്കട തല്ലിപ്പൊടിച്ചിട്ട് അയാൾക്ക് നഷ്ടപരിഹാരമായിട്ട് 2 ലക്ഷം രൂപ കിട്ടി. അതെയാ? നമ്മുടെ ഫാക്ടറി തല്ലിപ്പൊട്ടിച്ചു എന്നും പറഞ്ഞ് പാർട്ടിക്കെതിരെ ഒരു കേസ് കൊടുത്താ നമ്മുടെ ജപ്തി ഒഴിവാക്കാൻ പറ്റുമോ? വലിയ ചാൻസ് ഇല്ല. എന്നാലും വണ്ടി. എന്റെ പൊന്നഭയ, നീ ഒന്ന് മിണ്ടാണ്ട് കിടക്ക്, ഞാൻ ഒന്ന് ചിന്തിക്കട്ടെ. എന്നിട്ടിപ്പോ ചിന്തിക്കുക.